ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് വെറൈറ്റി ആയിട്ടൊരു സ്ഥലത്തേക്കാണ് പോണത്. അതായത് ആൾക്കാർ തേയിലത്തോട്ടം കാണാൻ വേണ്ടി മൂന്നാർ, കുട്ടിക്കാനം, കൊടൈക്കനാൽ അല്ലെങ്കിൽ പിന്നെ അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കല്ലേ പോണേ. ഇത് നമ്മൾ തിരുവനന്തപുരം ഉള്ളവർക്കും കൊല്ലത്തുള്ളവർക്കും ഈസി ആയിട്ട് ആക്സസ് ചെയ്യാൻ പറ്റിയ ഒരു ഹിൽ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. പൊന്മുടിയല്ല, അമ്പനാട് ഹിൽസ്. അപ്പം ഇന്നത്തെ വിശേഷം എന്ന് പറയുന്നത് അങ്ങോട്ടേക്ക് പോണ യാത്രയിലുള്ള കാഴ്ചകളും തുടർന്നുണ്ടാകുന്ന സംഭവങ്ങളുമാണ്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണാൻ വേണ്ടി ശ്രമിക്കുക. ലെറ്റ്സ് വാച്ച്. രാവിലെ തന്നെ ഭയങ്കര മൂടി ക്ലൈമറ്റ് ആട്ടോ. മഴ എന്തായാലും കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്ത് ചെയ്യാനാന്ന് പറയാൻ നോക്കിയത്. ബ്ലോക്ക് കണ്ടോ? എത്ര നേരമായിട്ട് ഇവിടെ നിൽക്കണമെന്ന് അറിയാമോ? എവിടെ ഇറങ്ങിയാലും മനുഷ്യൻ്റെ മനസ്സ് മടുപ്പിക്കുന്ന ഒരേ ഒരു സാധനം, ട്രാഫിക് ബ്ലോക്ക്. വല്ല പരിഹാരം ഉണ്ടാവും അതിന്? എന്റെ അമ്മ, ഞാൻ പേടിപ്പോണ്ട്. നമ്മളെ ഈ ട്രിപ്പിന്റെ ഭംഗി എന്ന് പറയുന്നത് ഇതുപോലുള്ള കൂടെ ഇരിക്കുന്ന ആൾക്കാരുടെ തള്ളാണ് കേട്ടോ. സീരിയസ്ലി നടന്ന കാര്യമാണ്. നടന്ന കാര്യം പറഞ്ഞുകൊണ്ട് കഥ വന്നില്ലല്ലോ. എന്തായാലും നമ്മള് പാതി വഴിക്ക് നിൽക്കുന്നേ ഉള്ളു കേട്ടോ. അതായത് ഇടയ്ക്ക് വെച്ചൊരു പണി കിട്ടി. സംഭവം റോഡ് പണിയാന്ന് പറഞ്ഞിട്ട്, അതായത് നെടുമങ്ങാട് വലിയ പണി 3 വർഷം മുമ്പ് എനിക്ക് കിട്ടി. പിന്നെയാണ് അത് സ്വാഭാവികം. അതല്ല, ചെറിയൊരു പണി കിട്ടി. ഒരു 2 പഞ്ചായത്തും കൂടെ എക്സ്ട്രാ കയറി ഇറങ്ങേണ്ടി വന്നു. അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ലേറ്റായി. പകരം ആവശ്യം തീർക്കാൻ വേണ്ടി ഒരു ബിരിയാണി അങ്ങ് കാച്ചി. അത്രേ ഉള്ളൂ. ബാക്കി കാണാം. അങ്ങനെ നമ്മള് തെന്മല ആ സൈഡിലേക്ക് എത്തിയായിരുന്നു കേട്ടോ. അതൊക്കെ ഉണ്ടോ? ആ റൂട്ട് അടിപൊളിയാ. ഫുൾ റബ്ബർ മരങ്ങളും പിന്നെ ആ പച്ച കളറിലുള്ളത് കണ്ടോ. ഇപ്പൊ സീസണാണ് കേട്ടോ. സീസൺ എന്ന് പറയുമ്പോൾ ഇങ്ങനെ മഞ്ഞ് കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് പച്ചപ്പായിട്ട് കിടക്കുന്നുണ്ട്. നമ്മൾ മുന്നേ വന്നിരുന്ന സമയത്തൊക്കെ ആണെങ്കിൽ ഇവിടെ ഭയങ്കരമായിട്ട് വരണ്ടുണങ്ങി കിടക്കുന്ന സമയമായിരുന്നേ. പക്ഷെ ഇത് നന്നായിട്ടുണ്ട് എന്തായാലും. ഇപ്പൊ പോകുന്ന തെന്മല ഡാമിനടുത്തൊക്കെയാണ്. കണ്ട ഒരാള് വന്ന് നിൽക്കുന്ന കണ്ടോ. അവൻ എന്തോ കിട്ടുമെന്ന് പ്രതീക്ഷ വന്ന് നിൽക്കുന്നതാണ് കേട്ടോ. ആ കുരങ്ങന്മാർ ഫാമിലിയോടുണ്ട്. അവർക്ക് എന്തെങ്കിലും കിട്ടുമെന്ന് പറഞ്ഞിട്ടാ കേട്ടോ ഇവിടെ എല്ലാവരും കൂടെ കൂട്ടം കൂടി നിൽക്കുക. കണ്ടോ? പിന്നെ ഈ പോകുന്ന ലോറിയൊക്കെ ചെങ്കോട്ട എന്ന് പറഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ ഈ റൂട്ട്. അതായത് കൊല്ലം അച്ചൻകോവിൽ ആ സൈഡിൽ ആ ഒരു അതായത് തെന്മല വഴിയായി ഈ റൂട്ട്. ഫുൾ റബ്ബർ മരങ്ങളും കാര്യങ്ങളാ. ഇതെല്ലാം തെന്മല എക്കോ ടൂറിസത്തിന്റെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. ഭയങ്കര കാടാണ് ഇവിടെയൊക്കെ. നേരെ നമുക്ക് തെന്മല കഴിഞ്ഞ് ഇനി നേരെ തെങ്കാശി, ചെങ്കോട്ട പോകുന്ന റൂട്ടാണ്. അതായത് ഗൈസ് കണ്ടോ, ഈ ഒരു വഴിയാണ് നമ്മൾ മറ്റേ അമ്പനാട് ഹിൽസിലേക്ക് പോകാനുള്ള വഴിയാണ് കേട്ടോ. അതായത് ഇതിന്റെ മേളിൽ കൂടെ മറ്റേ റെയിൽ ക്രോസ് ആണ്. അതാണ് ഇങ്ങനെ ഒരു പാലം. വാവ്. ഹായ് നീ ഇങ്ങോട്ടാ. ഹായ്. കൊല്ലം ജില്ലയുടെ നഗരവീഥികളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സ്ഥലം കണ്ട. ഫുൾ റബ്ബർ തോട്ടം. പിന്നെ കണ്ട ചെറിയൊരു പാതയാട്ടോ, ചെറിയ റോഡാണ്. കണ്ട വയസ്സ് ഇത് എന്ന് പറയണത് നമ്മുടെ കാഷ്നട്ടിൻ്റെ കശുവണ്ടി ഫാമാണ് കേട്ടോ. അപ്പോൾ കുറേ ആൾക്കാർ അവിടെ വന്ന് ജോലിയൊക്കെ ചെയ്യുന്നുണ്ട്. കണ്ടായിരുന്നു. നമ്മൾ പോകുന്ന വഴിക്കൊരു സ്ഥലത്തെത്തി കേട്ടോ. വളരെ മനോഹരമായിട്ടൊരു സ്ഥലത്താണ് എത്തിയത്. അത് കണ്ടപ്പോൾ നിർത്താൻ തോന്നിയതാണ് കേട്ടോ. ഈ ഏരിയ തന്നെ മറ്റേ എന്താണ് കാഷ്നട്ട്, അതായത് മറ്റേ കശുമാവുണ്ടല്ലോ, കശുമാവിൻ്റെ ഫാമും കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് കേട്ടോ. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കൈതച്ചക്ക അങ്ങനെയുള്ള ഫാംസ്. അപ്പോൾ അത് കണ്ടുകൊണ്ടിരുന്ന സ്ഥലത്ത് തന്നെ നമ്മൾ ഒരു ബ്രിഡ്ജിൻ്റെ അടുത്തെത്തി. കണ്ടോ, ഇതാണ് ബ്രിഡ്ജ്. അപ്പോൾ ചെറിയൊരു തോട് ഇതുവഴി ഒഴുകി പോകുന്നുണ്ട് കേട്ടോ. നല്ല രസം തോന്നി. നല്ലൊരു പീസായിട്ടുള്ളൊരു സ്ഥലമായിട്ട് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ നിർത്തിയതാണ്. അതിൻ്റെ അടുത്ത് തന്നെ ഒരു അമ്പലമുണ്ട് കണ്ടോ. നല്ല രസമുണ്ട് കേട്ടോ. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താ പറയുക, നമ്മൾ ഈ ഒരു സ്ഥലത്ത് വരുന്ന സമയത്ത് ഒരു പഴയ എന്താ പറയുക, കുറേ വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഗ്രാമങ്ങളൊക്കെ എങ്ങനെയായിരുന്നു എന്നൊക്കെ ഉണ്ടല്ലോ. ഇപ്പോൾ നമ്മൾ ഫുൾ സിറ്റി ലൈഫൊക്കെ ജീവിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇവിടെ വരുമ്പം അത് ഫീൽ ചെയ്യാൻ പറ്റും. അതായത് പഴയ ചായക്കട, പഴയ റേഷൻ കട, പഴയ കടമുറികൾ, അതെല്ലാം ഉണ്ട് കേട്ടോ. അങ്ങനെയുള്ളൊരു സ്ഥലമാണ്. കൂടുതലും കൃഷി തന്നെയാണ് ഇവിടെ മെയിനായിട്ട്. അതുപോലെ തന്നെ റബ്ബർ കൃഷി, റബ്ബർ മരങ്ങളൊക്കെ ഒരുപാടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഓരോ സ്ഥലങ്ങളിൽ ഇലക്ട്രിക് ഫെൻസും കാര്യങ്ങളെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം ആനിമൽ ക്രോസിംഗ് ഉണ്ടാവും എന്നായിരിക്കും. പിന്നെ തൊട്ടടുത്ത് തന്നെ ഒരു ചെറിയ അരുവിയുണ്ട് കേട്ടോ. ഇതിൻ്റെ കൈവഴിയാണ്. അപ്പോൾ അതിലേക്കൊന്ന് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്.
അപ്പോൾ ഈ വഴിയാണ് ഞങ്ങൾ പോകുന്നത് കേട്ടോ. അപ്പോൾ ഇതുവഴി ഇങ്ങനെ ഇറങ്ങിയിട്ട് നൈസായിട്ട് വെള്ളത്തിലേക്ക് ഒന്ന് ഇറങ്ങാം. വലിയ ഒഴുക്കൊന്നും ഇല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ലെന്ന് തോന്നുന്നു. എന്നാലും ഗൈസ് വരുന്ന ആൾക്കാർ ഇത് കണ്ട് അനുകരിക്കരുത്. ഈ ആളും പേരും ഇല്ലാത്ത എന്താ പറയുക ആറ്റിലും വെള്ളത്തിലൊന്നും ഇറങ്ങി ചാടാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. എന്തായാലും ഞാനും ഇറങ്ങുന്നില്ല, ജസ്റ്റ് ഇത് അടുത്ത് വരുമ്പോൾ കാണാനൊരു രസം. വഴുക്കലൊക്കെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്ന് തോന്നുന്നു. ചെറിയ ഒഴുക്കേ ഉള്ളൂ കേട്ടോ, ചെറിയ ആഴം മാത്രമേ ഉള്ളൂ. കുഞ്ഞു കുഞ്ഞു മീനൊക്കെ ഉണ്ട്, കാണുന്നുണ്ടോ? പക്ഷെ ഭയങ്കര പീസാണ് കേട്ടോ ഇവിടെ, അടിപൊളിയാണ്. ഭയങ്കര തണുപ്പും, അതായത് ഏകദേശം കണ്ടോ സമയം വന്നിട്ട് 2 മണി ആയിട്ടേ ഉള്ളൂ. പക്ഷേ ഇവിടുത്തെ ക്ലൈമറ്റ് ഒന്നും പറയാനില്ല. ഭയങ്കര തണുപ്പ്, ഭയങ്കര പീസ്, ഭയങ്കര ഒരു പ്ലസൻ്റ് അറ്റ്മോസ്ഫിയർ. ഞാനേ ഇപ്പം അതൊക്കെ ഇതിലേക്കൊന്ന് ഇറങ്ങാൻ വിചാരിക്കണം കേട്ടോ. ഓക്കെ, ഇത്രയും ആഴമുണ്ട്, കയറാൻ പറ്റുമെന്ന് തോന്നുന്നില്ല. പക്ഷേ ജസ്റ്റ് ഒന്ന് വള്ളി തൂങ്ങി ഇറങ്ങിയാലോ എന്ന് ആലോചിക്കുകയാണ് ഗൈസ്. ഓ മൈ ഗോഡ്, ചാടാൻ പോണു. വേണ്ട, വീഡിയോ എടുക്കണ്ട. അപ്പോൾ ഇവിടുത്തെ വേരിലൊക്കെ ചവിട്ടി ഇറങ്ങാൻ വിചാരിക്കുന്നു കേട്ടോ. ഓ മൈ ഗോഡ്, ഇറങ്ങി ചാടി. കണ്ടോ, ഇതാണ് ഈ വള്ളിയിൽ ചവിട്ടി ഇറങ്ങാൻ പറ്റും. പക്ഷെ നല്ല രസമുണ്ട്, ചെറിയൊരു അരുവി കേട്ടോ. വാവ്, നല്ല തെളിഞ്ഞ വെള്ളം. ഇത്രയും തെളിഞ്ഞ വെള്ളമൊക്കെ കണ്ടു കഴിഞ്ഞാൽ ആർക്കും എടുക്കാൻ തോന്നട്ടെ. കൈയൊന്നും അതിലോട്ട് ആക്കിയില്ലെങ്കിൽ കണ്ടോ, നെഗറ്റീവ് പറയുന്നത് എൻ്റെ വൈഫ് പറയുന്നത് ഇത് ഓടയാണെന്ന്. പക്ഷേ കൈസ് ഓടയൊന്നുമല്ല. ഇല്ല അച്ഛൻ പോവില്ല, അച്ഛൻ വരും. ഞാൻ ഇറങ്ങി പോകണമെന്ന് പറഞ്ഞ് പേടിച്ചിരിക്കുക കേട്ടോ കുട്ടി. കണ്ടോ, നോക്കി എന്തോ ഇവിടെ ഒരു വലിയ ആഴം പോലെ തോന്നുന്നു കേട്ടോ. നല്ല രസമുണ്ട്, ഭയങ്കര തെളിഞ്ഞ വെള്ളം. വാവ്. എന്തായാലും നമ്മൾ ഇത് മാത്രമല്ല, കുറച്ച് അധികം കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാനുണ്ട്. അപ്പോൾ നമ്മൾ അങ്ങോട്ടേക്ക് പോകാം കേട്ടോ. അതേ കേസ് ആർക്കാണ് ഒരു അഡ്വഞ്ചർ ഇഷ്ടമല്ലാത്തത്. ഞാൻ ഈ വേരിൽ കൂടെ വലിഞ്ഞ് കയറാൻ പോകുന്നത്. പണ്ടെങ്ങാണ്ടോ കുഞ്ഞായിരുന്ന സമയത്ത് ഇതുപോലെയൊക്കെ ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഗ്രേറ്റ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലായിരുന്നു റേഷൻ കട, അത് ഇതാണ് കേട്ടോ. ഇവിടെ കണ്ട കേട്ടോ, അതിങ്ങനെ ഇലക്ട്രിക് ഫെൻസിങ് ഒക്കെ വെച്ചിട്ടുണ്ട്. ദൂരെ കാണുന്ന സമയത്ത് ഭയങ്കരമായിട്ട് മഞ്ഞുണ്ടെന്ന പോലെ തോന്നുന്നു കേട്ടോ. ചെറിയൊരു നാരമായിട്ടുള്ളൊരു റോഡാണ് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്, ഭയങ്കര ഫീലാണ്. കണ്ടോ, അവിടെ ഒരു മുട്ടക്കുന്ന് ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു നേരത്തെ പറഞ്ഞ പോലെ മറ്റേ പൈനാപ്പിളിന്റെ കൃഷിക്ക് വേണ്ടി ചെയ്തേക്കണാണെന്ന് തോന്നുന്നത്. കണ്ടോ, എൻ്റെ കുഞ്ഞാണ് കേട്ടോ ഡ്രൈവ് ചെയ്യണത്. വാവ്. കണ്ടോ, ഐസ്ഫീൽഡ് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു സംഭവം കണ്ടായിരുന്നു. പക്ഷെ നമുക്ക് വഴി തെറ്റിയെന്നാണ് തോന്നുന്നത്. നോക്കാം എന്തായാലും. അങ്ങനെ വേറൊരു വ്യൂ പോയിന്റ് ആണ് കേട്ടോ ഇത്. കണ്ടോ, മലയൊക്കെ കാണുന്നുണ്ടോ, മല. പിന്നെ ഇവിടെയൊക്കെ കൃഷിയാണ് കേട്ടോ, ഫുൾ കൃഷിയാണ്. പൈനാപ്പിൾ എല്ലാം കൃഷി ചെയ്തിട്ടുണ്ട്. പിന്നെ റബ്ബറൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ഇവിടുത്തെ ഒരു സിറ്റുവേഷൻ. അടിപൊളിയാണ്, ക്ലൈമറ്റ് വേറെ രസമാണ് കേട്ടോ. ഇത് നമ്മൾ പോകുന്ന വഴിയാണ് കേട്ടോ. ഗൈസ്, അങ്ങനെ നമ്മൾ മയിലിനെ കണ്ടായിരുന്നു. കണ്ടു. അപ്പോൾ ഗൈസ്, നമ്മളങ്ങനെ അമ്പനാട് ഹിൽസ് എത്തിയായിരുന്നു കേട്ടോ. ഇവിടെ വന്നപ്പം എൻ്റയർലി ഭയങ്കര ഒരു ഡിഫറെൻറ്റ് ക്ലൈമറ്റും ഒരു വെറൈറ്റി അറ്റ്മോസ്ഫിയർ. നോക്കട്ടോ, എന്താ കാണുന്നത്? കണ്ടോ, ചെറിയൊരു അമ്പലം, പിന്നെ ഒരു തമിഴ്നാട് ടച്ച് അമ്പലമാണ് കേട്ടോ, കളർഫുള്ളായിട്ടുള്ള അമ്പലം. ഇതാണ് നമ്മൾ പോകുന്ന വഴി. എൻ്റെ അറിവെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ചെക്ക് പോസ്റ്റിൽ എത്തുമെന്നാണ് തോന്നുന്നത്. അവിടെ എത്തിയതിന് ശേഷം നമുക്ക് കയറി ചെല്ലാനായിട്ട് പാസ് എടുക്കേണ്ടി വരും എന്നൊക്കെ തോന്നുന്നു. എനിക്കറിയില്ല, ഫസ്റ്റ് ടൈമാണ് ഞാൻ ഈ പറഞ്ഞ പോലെ വീഡിയോസൊക്കെ റെഫർ ചെയ്താണ് ഇങ്ങോട്ടേക്ക് വന്നത്. എന്തായിരുന്നാലും എന്താ പറയുക, നമ്മുടെ പൊന്മുടി പോലെയൊന്നും അല്ല കേട്ടോ. അതായത് റോസ്മല പോയപ്പോഴും അതുപോലെയൊന്നും അല്ല. ഇതൊരു വേറൊരു തരം എക്സ്പീരിയൻസ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. എല്ലാം ഹിൽ സ്റ്റേഷൻ ആണെങ്കിലും ഓരോ സ്ഥലത്തിനും അതിൻ്റേതായിട്ടുള്ളൊരു എന്താ പറയാൻ, അതിൻ്റേതായിട്ടുള്ളൊരു നേച്ചറും ക്യാരക്ടറും ഉണ്ടല്ലോ. ഇതൊരു വെറൈറ്റിയാണ് കേട്ടോ.
നമ്മളങ്ങനെ ഹില്ല് കയറിക്കൊണ്ടിരിക്കുക, അതായത് ഹെയർ പിന്നൊക്കെ കയറിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ഒരു ബോർഡ് കണ്ടു, ഐസ്ഫീൽഡ് എസ്റ്റേറ്റ് ഹാരിസൺസ് മലയാളം ലിമിറ്റഡ്. പിന്നെ എന്തോന്ന്, ദ ട്രാവൻകൂർ റബ്ബർ ആൻഡ് ടീ കമ്പനി അമ്പനാട് എസ്റ്റേറ്റ്. ആഹാ, അങ്ങനെ അമ്പനാട് എസ്റ്റേറ്റ് എന്ന് പറഞ്ഞിട്ട് ആദ്യത്തെ ബോർഡ് കാണുകയാണ് കേട്ടോ ഗൈസ്. കണ്ടോ, ഇതാണ് ആ ബോർഡ്. അപ്പോൾ ഇനി നമുക്ക് എസ്റ്റേറ്റ് കണ്ടേച്ചും വരാം. തേയില കാണുമെന്നാണ് തോന്നുന്നത്, ഉണ്ടെന്നൊക്കെയാണ് പറയണത്, അറിയില്ല, നോക്കാം. പക്ഷേ ഒരു കാര്യം കേട്ടോ, ഇവിടെ അധികം ടൂറിസ്റ്റുകളൊന്നും വരാറില്ലെന്ന് തോന്നുന്നു. കാര്യം ഇവിടുത്തെ റോഡും കിടപ്പൊക്കെ കണ്ടിട്ടേ വരാറില്ല. കാര്യം കഷ്ടിച്ചൊരു കാറിന് പോകാൻ പറ്റുമെന്നുള്ള സ്ഥലം മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു വ്യത്യാസം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര പീസാണ്. അതായത് നമുക്ക് ആൾക്കാരുടെ ഡിസ്റ്റർബൻസോ വണ്ടികളുടെ ഡിസ്റ്റർബൻസോ ഒന്നും ഇല്ല. എന്താ വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ പോപ്പുലാരിറ്റി ഇല്ലാത്ത സ്ഥലമല്ലേ, അതാണ്. അങ്ങനെ നമ്മൾ അമ്പനാട് എസ്റ്റേറ്റിൻ്റെ മനം മയക്കുന്ന ആ കാഴ്ചയിലേക്ക് പോവുകയാണ് കേട്ടോ. എത്തി ഗൈസ്, നമ്മളപ്പോൾ തേയിലത്തോട്ടങ്ങൾക്കിടയിലൂടെ പോവുകയാണ്. നമ്മുടെ സൗത്ത് കേരളത്തിൻ്റെ മിനി മൂന്നാറൊക്കെയാണ് കേട്ടോ പോകുന്നത്. വാ, എന്താ പറയാൻ, അതായത് ഈ തേയിലത്തോട്ടവും മഞ്ഞും ഹിൽ സ്റ്റേഷനും കാണാനായിട്ട് നമ്മളെന്തായാലും മൂന്നാർ വരെ പോകാൻ സമയമില്ലാത്ത ആൾക്കാർക്ക് ഒരു ദിവസം കൊണ്ട് പോയിട്ട് വരാൻ ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്. അപ്പോൾ ഞാനിന്ന് റിവീൽ ചെയ്യാൻ പോകുന്ന ഈ സ്ഥലമാണ് കേട്ടോ. എന്തായാലും ബാക്കി നമുക്ക് ഏറ്റവും മുകളിൽ എത്തിയതിനു ശേഷം അവിടുത്തെ കാഴ്ചകളും കൂടെ കാണാം. ആ എക്സ്പീരിയൻസ് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ. വീഡിയോ ഫുള്ള് കാണണേ. നമ്മൾ പോകുന്ന വഴിക്കൊക്കെ ഇതുപോലുള്ള കുഞ്ഞ് അരുവികളൊക്കെ ഉണ്ട് കേട്ടോ. പോകുന്ന വഴിക്കാണ് ഇങ്ങനത്തെ ഓരോ അത്ഭുതങ്ങൾ, നല്ല വെറൈറ്റി കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നത്. പാറകളൊക്കെ നനഞ്ഞിരിപ്പുണ്ട്. മഴയല്ല കേട്ടോ, മഴയില്ല എന്നിവിടെ, പക്ഷേ അടിപൊളിയാണ്. അങ്ങനെ നമ്മളൊരു സ്ഥലത്തെത്തി. എനിക്ക് തോന്നുന്നു ഇതിൻ്റെ ടോപ്പ് സ്റ്റേഷനാണെന്ന് തോന്നുന്നു. ഇവിടെ തന്നെ തോന്നുന്നു. ഇവിടെ നിന്ന് നമുക്ക് ഈ ചെക്ക് പോസ്റ്റിൽ നിന്ന് കണ്ടാണ് നമുക്ക് പാസ് എടുക്കാനുള്ളത്. എന്താണ് അവസ്ഥയെന്ന് നോക്കാം. അങ്ങനെ നമ്മൾ ഇങ്ങനെ എന്താണ് അമ്പനാട് എസ്റ്റേറ്റിൻ്റെ ഗേറ്റിൻ്റെ ഫ്രണ്ടിലെത്തി. സോ ഗേറ്റിൽ നിന്ന് നമുക്ക് കാറിന് അവർ ചാർജ് ചെയ്യുന്നത് 500 റുപ്പീസാണ്. സോ അപ്പോൾ അത് നമ്മൾ കൊടുത്തു. അതായത് ഈ ആശാൻ പറയുന്നത് എന്താണെന്ന് അറിയാമോ, ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് കയറിയിട്ട് വലത്തോട്ട് പോകണമെന്ന് പറയുന്നത്. ഈ വലുതാണോ, ഇതാണോ? ഇവിടെ നിന്ന് വലത്തോട്ട് പോയിട്ടൊരു ഓൾമോസ്റ്റ് ഒരു 3 കിലോമീറ്റേഴ്സ് 3 കിലോമീറ്റർ നമുക്ക് എസ്റ്റേറ്റ് ചുറ്റി കാണാമെന്നാണ് പറയുന്നത്. അപ്പോൾ എസ്റ്റേറ്റിൻ്റെ കാഴ്ചകളിലേക്കാണ് പോകുന്നത്. വല്ലാത്തൊരു അനുഭവമായിരിക്കും. നമ്മൾ കയറിയപ്പോൾ തന്നെ നല്ലൊരു വ്യൂ ആണ് കേട്ടോ കിട്ടിയത്. ഒരു പബ്ലിക് പ്രോപ്പർട്ടി അല്ല, ഇതൊരു പ്രൈവറ്റ് എസ്റ്റേറ്റ് ആണ്. സോ അപ്പോൾ അവർക്ക് ഒരു വരുമാന മാർഗ്ഗമാണ്. എനിക്ക് തോന്നുന്നു കേരള ടൂറിസത്തിൻ്റെ ഭാഗം അല്ലാത്തത് കൊണ്ടാണ് ഇത് ആർക്കും അറിയാത്തതെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ തന്നെ ഈ ഇടയ്ക്കാണ് ഇത് ഇങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് അറിഞ്ഞത് സത്യം പറയാം. റോസ്മല പോയി ഒരുപാട് തവണ റോസ്മല പോയിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, അങ്ങനെയുള്ള സ്ഥലങ്ങളൊക്കെ പോയെങ്കിലും ഇത് ഞാൻ ഏകദേശം ഒരു 1.5 മാസമായിട്ടേ അറിഞ്ഞിട്ടുള്ളൂ. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഒരു 2 കിലോമീറ്റർ പിന്നെ ഇട്ടിട്ട് വന്നേക്കുന്നത് ഒരു പഴയ 1980 കാലഘട്ടത്തിലുള്ളൊരു ഗ്രാമം പോലെ ഉണ്ട് കേട്ടോ. ഇവിടെ കുറേ റൂട്ട് മാപ്പൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ട്. കണ്ടോ ഗൈസ്, എന്തോന്ന് അരണ്ടൽ വെയിറ്റിംഗ് ഷെഡ്, ഒരു അമ്പലം. ഇനി എങ്ങോട്ടാ? അമ്പലത്തിന് റൈറ്റ് ആണ്, ഇങ്ങോട്ടാണ്? റൈറ്റ് ആണ്. ജീപ്പ് പോകുന്ന നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ജീപ്പ് പോകണ വഴിക്ക് നോക്കാം. ജീപ്പ് റിവേഴ്സ് എടുക്കുന്നു. ഇങ്ങോട്ടാണോ? അല്ലല്ല, അങ്ങനെ അവരങ്ങോട്ടാണ് പോകുന്നതെന്ന് പറയുന്നു. ഓക്കെ, എന്താണെന്ന് അറിയില്ല കേട്ടോ. നമുക്ക് ആ ജീപ്പ് പോകണ വഴിക്ക് പോയാലോ? ജീപ്പ് പോകണ വഴിക്ക് നോക്കാം. ഇവിടെ ചോദിച്ചു നോക്കാം, അവരോട് ചോദിച്ചു. അമ്പനാട് ഹിൽസ് ഇല്ലേ? അമ്പനാട് ഹിൽസ് ഇത് തന്നെയാണ് അമ്പനാട് ഹിൽസ്. ഏട്ടാ വ്യൂ പോയിന്റിലേക്ക് എങ്ങനെ പോണ്ടേ? ഇങ്ങോട്ട്. അപ്പോൾ നമ്മൾ റൈറ്റിലേക്കാണ് പോകേണ്ടത്. അപ്പോൾ പോട്ടെ, റൈറ്റ്. കണ്ടോ, തോട്ടം തൊഴിലാളികളൊക്കെ അവരുടെ ഡ്യൂട്ടി കഴിഞ്ഞതിന് ശേഷം റെസ്റ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. കണ്ടോ, എല്ലാവരും റെസ്റ്റ് ചെയ്തിരിക്കുകയാണ്. കാർ പോകുമെന്നുള്ള കാര്യം അറിയത്തില്ല. എല്ലാവരും അങ്ങനെ സൊറ പറഞ്ഞൊക്കെ ഇരിക്കുകയാണ്. പിന്നെ ഒരു കാര്യം കേട്ടോ, കൂടുതലും മലയാളികളായിരിക്കില്ല ഇവിടുത്തെ തോട്ടം തൊഴിലാളികൾ. തമിഴ്നാട്ടിലുള്ള ആൾക്കാർ വന്ന് ഇവിടെ തന്നെ സ്റ്റേ ചെയ്ത് നിൽക്കണേ. അതായത് നമ്മുടെ മൂന്നാറൊക്കെ കാണും പോലെ തന്നെ, മൂന്നാറിലും ഈ പറഞ്ഞതുപോലെ തമിഴ്നാട്ടിലുള്ള ആൾക്കാരാണ് അവിടെ വന്ന് ലയങ്ങളുണ്ടാക്കി അവിടെ താമസിക്കുന്നത്. പക്ഷെ കണ്ടോ, അതൊക്കെ ഒരു
കഷ്ടിച്ചാ പോകുന്ന കേട്ടോ. പക്ഷേ ഇതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. നല്ല സ്ഥലം കേട്ടോ, എല്ലാം അടിപൊളിയായിട്ടാണ്. അപ്പോൾ കുറേ ഞങ്ങൾ ഇതുപോലെയുള്ള കുഞ്ഞ് റോഡ്, ഞായറായിട്ടുള്ള റോഡിൽ കൂടെ കയറി വന്നിട്ട് ജസ്റ്റ് കാർ ഇവിടെ പാർക്ക് ചെയ്ത് ഒരു വ്യൂ പോയിൻ്റ് കണ്ടപ്പോൾ നിർത്തി. അപ്പോൾ ആ വ്യൂ പോയിൻറ്റിലേക്കാണ് അടുത്ത് പോകുന്നത്. വ്യൂ പോയിൻ്റ് എന്ന് പറഞ്ഞാലും പോരാ, അതിമനോഹരമാണ്. കാര്യം നമുക്കിവിടെ നിന്ന് കഴിഞ്ഞാൽ ആ എസ്റ്റേറ്റ് കാണാം, പിന്നെ ഫാക്ടറി കാണാം, ടീ ഫാക്ടറി കാണാം കേട്ടോ. ഇതൊരു വലിയ പാറയാണ് കേട്ടോ. പാറ എന്ന് പറയുമ്പോൾ പാറ നോക്കി അങ്ങ് അറ്റം കണ്ടോ, ഒരു കൊക്ക പോലെ കേട്ടോ. ഓ മൈ ഗോഡ്. പിന്നെ ഒരു കാര്യം കേട്ടോ, ഒരു വൈകുന്നേരം സമയങ്ങളിലൊക്കെ ഇവിടെ വന്നിരുന്നു കഴിഞ്ഞാൽ ഭയങ്കര സൂപ്പറായിരിക്കും. പിന്നെ ഈ പറഞ്ഞതുപോലെ നമ്മൾ ടിക്കറ്റ് എടുത്ത് ഇത്രയും കഷ്ടപ്പെട്ട് മേളിൽ വന്നെങ്കിലും ഇങ്ങനെയുള്ള കുറച്ച് കാഴ്ചകളൊക്കെ കാണാൻ പറ്റും കേട്ടോ. അങ്ങനെ ഏകദേശം ഒരു 10 മിനിറ്റ് ഇവിടെ തന്നെ ഇരുന്ന് കേട്ടോ. ഭയങ്കര അടിപൊളിയാണ്, ഭയങ്കര പീസായിട്ട് സമാധാനത്തോടെ ഈ പാറയുടെ മണ്ടയിൽ ഇരിക്കാമെന്ന് വിചാരിച്ച്. സെറ്റാണ് കേട്ടോ, ഇവിടെ നിന്ന് മാറാൻ തോന്നുന്നില്ല. എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അടിപൊളിയാണ്. ഇതാ ഇപ്പോൾ ഇവിടെ മയിലിൻ്റെ സൗണ്ട് കേട്ടായിരുന്നു കേട്ടോ. ഒരുപാട് വന്യമൃഗങ്ങളുണ്ട്. പിന്നെ ഞാൻ മാത്രമല്ല ഇവിടെ എൻജോയ് ചെയ്യണത്. കണ്ട ബാക്കിൽ അവരുടെ ചിരി കണ്ടോ, ഭയങ്കര ഹാപ്പിയാണ് അവൾ, കുഞ്ഞും ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ ഞാൻ കാണിച്ചു തരാവേ. ഈ ഒരു സീനറിയൊക്കെ കണ്ടിട്ട് എനിക്ക് ഇവിടെ നിന്ന് പോകാൻ തോന്നുന്നില്ല. പിന്നെ ഇത് മാത്രമല്ല കേട്ടോ, ഇനി കുറച്ച് മേലോട്ട് കുറേ കൂടെ കാണാനുണ്ട്. നമ്മളിനി അടുത്ത് നേരെ അങ്ങോട്ടാണ് പോണത്. അപ്പോൾ ഇവിടെ താഴേന്ന് ജീപ്പ് സഫാരി ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ വിചാരിച്ച് ഈ സ്ഥലത്ത് എന്തെങ്കിലും ജീപ്പ് സഫാരി ഒന്ന്, ഇപ്പോഴാണ് മനസ്സിലായത്. ഭയങ്കര വൃത്തിയായിട്ട റോഡ് കേട്ടോ. കണ്ടോ, എന്തായാലും നമുക്ക് അങ്ങോട്ട് പോയാലേ പറ്റൂ, അതുകൊണ്ട് പതുക്കെ അങ്ങ് പോകാമെന്ന് വെച്ചു. പിന്നെ ഒരു കാര്യം കേട്ടോ, നമ്മൾ വരുന്ന വഴിക്ക് നമ്മുടെ റോഡിൽ കൂടെ തന്നെ മറ്റേ വെള്ളം റിവർ ക്രോസിംഗ് ഉണ്ട് കേട്ടോ. വലിയ റിവർ ക്രോസിംഗ് ഒന്നും അല്ല, പക്ഷെ എന്നാലും ചെറിയ രീതിക്ക്. എനിക്ക് തോന്നുന്നത് നമ്മൾ വന്നോണ്ടാണെന്നറിയില്ല, ഇപ്പോൾ ഇവിടെ കാടൊക്കെ വെട്ടി തെളിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മൾ കയറ്റം കയറി വന്നിട്ട് അതുണ്ടോ ഇങ്ങനെ ഒരു ബോർഡ് കണ്ടായിരുന്നു. അതായത് അമ്പനാട് എസ്റ്റേറ്റിൻ്റെ പരിധി സാധാരണ ജനങ്ങൾക്ക് വരാൻ ഇതുവരെ മാത്രമേ അനുവദിച്ചുള്ളൂ. ഇതിൻ്റെ അങ്ങോട്ട് കണ്ടോ, ഇനി അങ്ങോട്ടെല്ലാം ഫോറസ്റ്റിൻ്റെ കീഴിലുള്ളതാണ് കേട്ടോ. അങ്ങനെ അമ്പനാട് എസ്റ്റേറ്റിൻ്റെ ടോപ്പ് സ്റ്റേഷനിലെത്തി. ഞങ്ങളിവിടെ കാർ പാർക്ക് ചെയ്തു. അപ്പോൾ അത് ഈ മേലോട്ട് കാണുന്ന വഴിയുണ്ടല്ലോ, അത് പിന്നെ അടുത്ത് ഫോറസ്റ്റിൻ്റെ കയ്യിലാണ്. സോ ഇനി നമുക്ക് അങ്ങോട്ട് റെസ്ട്രിക്റ്റഡ് ആണ്. അത് കഴിഞ്ഞിട്ട് ഇതാണ് ലാസ്റ്റ് വ്യൂ പോയിൻറ്റ്. ഇവിടെ ഒരു ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്, അതായത് സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് എന്ന് പറഞ്ഞിട്ട് ബോർഡൊക്കെ വെച്ചിട്ടുണ്ട്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം എന്താണെന്നുള്ളത്. നമ്മൾ ഈ കയറി പോകുന്ന സ്ഥലം ഭയങ്കര വ്യൂ ഉള്ള സ്ഥലമാണ്. പക്ഷേ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ എത്തുമ്പോഴത്തേനും താഴേക്ക് ഭയങ്കര ഒരു സ്റ്റീപ്പായിട്ട് ഭയങ്കരമായിട്ട് കിടക്കുക കേട്ടോ. ഒരു കൊക്ക പോലെ കിടക്കുക കേട്ടോ. ഇവിടെ നിന്ന് വീണ് കഴിഞ്ഞാൽ പിന്നെ ഒരു പൊടി പോലും കിട്ടത്തില്ല. സോ അതുകൊണ്ടാണ് അങ്ങനെ സ്ട്രിക്ട്ലി പ്രൊഹിബിറ്റഡ് എന്ന് എഴുതിയിരിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം, നമ്മൾ ഈ ബാക്കിൽ കാണുന്ന സ്ഥലം എന്ന് പറയുന്നത് ആനകൾ സ്ഥിരമായിട്ട് വെള്ളം കുടിക്കാൻ വരുന്ന സ്ഥലം. അപ്പോൾ നമുക്കിപ്പോൾ ഇന്ന് കാണാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ നമ്മളിവിടെ മുന്നേ ഒരു ഗൈഡ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ പറഞ്ഞാണ് ഇവിടെ ആന വരാറുണ്ടെന്ന് പറയും. സോ ആനയെ കണ്ടില്ലെങ്കിലും ഈ സ്ഥലം അത് അടിപൊളിയാണ്. പിന്നെ വരുന്നവർ ഈ കാണുന്ന സ്ഥലങ്ങളിലൊന്നും ചെന്ന് അഭ്യാസമൊന്നും കാണിക്കാതെ മര്യാദയ്ക്ക് ഈ സ്ഥലം ഒന്ന് എക്സ്പ്ലോർ ചെയ്തിട്ട് പോകുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. നമ്മളെ ഇത്രയും നേരം കയറി വന്നതിന് സമയവും നമുക്ക് റേഞ്ച് ഒന്നുമില്ലായിരുന്നു. പക്ഷേ ഇവിടെ എത്തിയപ്പോഴത്തേനും നമുക്ക് മൊബൈൽ റേഞ്ച് വന്നു കേട്ടോ. കാര്യം ഇത്രയും മേളിൽ ഒരു ടവർ വെച്ചിട്ടുണ്ട്, അത് നല്ലൊരു കാര്യം. കണ്ടോ, നമ്മൾ ഈ നിൽക്കുന്നത് തന്നെ ഭയങ്കര ഹൈറ്റില്ല, അതിനെക്കാട്ടി ഹൈറ്റിൽ വേറൊരു മല. അങ്ങോട്ടേക്ക് പോകാൻ പറ്റുമെന്നുള്ള കാര്യം അറിയില്ല. എനിക്കൊന്ന് നമ്മുടെ നെക്സ്റ്റ് അടുത്ത് കാണുന്ന ആ പാറയിലും പോകാൻ പറ്റുമെന്ന് തോന്നുന്നു. പക്ഷേ ഇച്ചിരി ടാസ്ക്കാണ്. സോ അതുകൊണ്ട് പോകാൻ നിൽക്കുന്നില്ല. പക്ഷെ നല്ല രസമായിരിക്കും അങ്ങോട്ട് പോകാനായിട്ട്. പക്ഷേ എന്തായാലും പോകാൻ നിൽക്കുന്നില്ല. പിന്നെ രണ്ടാമത്തെ കാര്യം, ഇവിടെ വേലിക്കെട്ട് ഉണ്ടായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. കാര്യം ഇവിടെ കണ്ടോ പാറയിൽ ഹോളൊക്കെ ചെയ്ത് വെച്ചേക്കുന്നത്, എനിക്കൊന്ന് മാറ്റിയതാണെന്ന് തോന്നുന്നു. അപ്പോൾ ഇനി പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിനി കാണാൻ പോകുന്നത് തേയിലത്തോട്ടമാണ് കേട്ടോ. നമ്മൾ തേയിലത്തോട്ടത്തിലേക്ക് ഇറങ്ങാൻ പറ്റില്ല, കാര്യം കാർ പാർക്ക് ചെയ്യാനൊട്ടും നമുക്ക് സ്ഥലമില്ലാതായി പോയി. അതുകൊണ്ടാണ്. അപ്പോൾ ഇനി നോക്കാം, തേയിലത്തോട്ടത്തിലേക്കൊന്ന് പോയി നോക്കാം. പക്ഷേ ഇങ്ങനെയുള്ള കുറേ സ്പോട്ടുകളുണ്ടല്ലോ, ഈ സ്പോട്ടിൽ നിന്നൊന്നും അങ്ങോട്ട് മാറാൻ പറ്റുന്നില്ല, അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട്. കാര്യം നിങ്ങൾക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ പറ്റുന്നുള്ള കാര്യം എനിക്കറിയില്ല.
കണ്ടോ എന്ത് ഭംഗിയാന്ന് നോക്കിയേ, അടിപൊളിയല്ലേ? എനിക്ക് വേണ്ട സമയം ഇപ്പോൾ ഏകദേശം 4:15 കഴിഞ്ഞു. ഒരു 5 മണിയൊക്കെ ആകുമ്പോഴത്തേനും ഇവിടെ എന്താ പറയുക, കുറച്ചും കൂടി ഇരുട്ട് വീഴുകയും മഞ്ഞ് വരെയൊക്കെ ചെയ്യും. എന്തായാലും മഞ്ഞ് കാണാൻ പറ്റില്ല, മഞ്ഞ് കാണണ്ട, മഞ്ഞ് ഇവിടെ ഇത്രയും മഞ്ഞായിരുന്നുവെങ്കിൽ നമുക്ക് ഈ സീനറി ഒന്നും കാണാൻ പറ്റില്ല കേട്ടോ. നോക്കിയേ നല്ല രസമല്ലേ കാണാൻ, വാവ്. അപ്പം നേരത്തെ പറഞ്ഞ തേയിലത്തോട്ടത്തിലേക്കുള്ള എൻട്രി ഇതാണ് കേട്ടോ. ഈ കാണുന്നതാണ് മിനി മൂന്നാർ. യെസ്, കണ്ടോ, കാണും. തേയില തോട്ടം കാണാനാണ് നിങ്ങൾ പോകണമെന്നുണ്ടെങ്കിൽ മൂന്നാർ വരെ പോകേണ്ട ആവശ്യമില്ല, ഇവിടെ വന്നാൽ മതി കേട്ടോ. തേയിലുണ്ട്, കാപ്പിയുണ്ട്, കുരുമുളകുണ്ട്, ഏലമുണ്ട്, എല്ലാം ഉണ്ട്. നമ്മൾ നേരത്തെ കുറച്ച് മയിലിനെ സ്പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നേ. പക്ഷേ ഇപ്പം മറ്റേ ആൺമയിലുണ്ടല്ലോ, പീലി നന്നായിട്ടുള്ള മയിൽ, ഭാഗ്യമുണ്ടെങ്കിൽ നമുക്ക് മയിലിൻ്റെ പീലി കാണാൻ പറ്റുമായിരിക്കും. പീലി വിടർത്തുമെന്ന് എനിക്ക് തോന്നുന്നില്ല, ചാൻസ് ഇല്ല. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. പിന്നെ ഇതാണ് എസ്റ്റേറ്റ് കേട്ടോ, എസ്റ്റേറ്റിൻ്റെ എൻട്രി ആണ്. പിന്നെ നമ്മൾ എസ്റ്റേറ്റിൻ്റെ എൻട്രി റെസ്ട്രിക്റ്റഡ് എന്നാണ് അറിഞ്ഞത്. സോ അതുകൊണ്ട് അകത്തേക്ക് കയറാൻ നിൽക്കുന്നില്ല. ട്രാവൻകൂർ റബ്ബർ ആൻഡ് ടീ കമ്പനി ലിമിറ്റഡ് അമ്പനാട് എസ്റ്റേറ്റ്. സോ ഇതാണ്, നമ്മൾ അകത്തേക്ക് കയറുന്നില്ല. ഇതാണ് കേട്ടോ അതിൻ്റെ പരിസരമൊക്കെ കണ്ടോ, തേയിലത്തോട്ടങ്ങളും, അതിമനോഹരമായ സ്ഥലം. ഭയങ്കര കാറ്റാണ്, തണുത്ത കാറ്റ്. രസമാണ് കേട്ടോ, അടിപൊളിയാണ് ഇവിടെ നിൽക്കാനായിട്ട്. ഇനി നേരെ തോട്ടത്തിലേക്കാണ് കേട്ടോ പോണത്, തേയിലത്തോട്ടത്തിലേക്ക്. അതോ ഈ എൻ്റെ പുറകെ കാണുന്ന ഇതാണ് തോട്ടം. സോ കണ്ടോ ഇതുവഴി എങ്ങനെയാണ് പോകുന്നത്. വാവ്, അങ്ങനെ ഞങ്ങൾ ഇവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങിയാണ്. ഇറങ്ങുന്നതിന് മുമ്പായിട്ട് ഇവിടെ ഒരു ചായ കിട്ടുമെന്ന് തോന്നുന്നു. അങ്ങനെ ടീ ഹോട്ടലെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. അപ്പോൾ സോ അവിടെ പോയി ഒരു ചായയും കുടിച്ചിട്ട് പതുക്കെ ഈ വ്യൂ ഒക്കെ കണ്ടങ്ങ് പതുക്കെ അങ്ങ് ഇറങ്ങാൻ വിചാരിക്കുകയാണ്. അങ്ങനെ ഇതൊക്കെ ഇവിടെ ക്യാൻറ്റീനുണ്ട്, ഇവിടെ നിന്നാണ് ചായ കുടിക്കാൻ പോകുന്നത്. ചായ ഉണ്ടോയെന്ന് ചോദിക്കാം. ചേട്ടാ ചായ ഉണ്ടോ? ചായ ഇല്ലേ? സോ ഈ അമ്പനാട് ഹിൽസിലുള്ള ഏക ചായക്കട വിത്ത് പ്രൊവിഷൻ സ്റ്റോർ. കൊള്ളാം കേട്ടോ, ഒരു 1980 കാലഘട്ടത്തിൽ അതേ ഫീലിങ്സ്. ഒന്നിലും മധുരം കൂടുതൽ. അല്ല, ഇവിടെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇവിടെ ഒന്ന് മധുരം കൂട്ടി, ഒന്ന് വിത്തൗട്ട്. ദിനേശ് മധുരം കൂട്ടി കഴിക്കും. നല്ല വൈബാട്ടോ ഇവിടെ. നോക്കി ആൾക്കാരൊക്കെ ഇറങ്ങിയിരിപ്പുണ്ട്. ഭയങ്കര തണുപ്പാട്ടോ, ഭയങ്കര സൂപ്പറാണ് ഫീലിങ്സാണ് ഇവിടെ. താഴെ നിന്നൊരു ജീപ്പല്ല, ട്രാക്ടറാണെന്ന് തോന്നുന്നു. ഇവിടെ പിന്നെ മിക്ക സ്ഥലത്തും ട്രാക്ടർ കാണും. അങ്ങനെ ചായക്ക് വെയിറ്റിംഗ് ആയിട്ട് ഈ തട്ടുകടയുടെ ഈ ബെഞ്ചിൽ വെയിറ്റിംഗ് ആണ് ഗൈസ്. നൈസ്. അങ്ങനെ നമ്മുടെ കട്ടനാകയ ഗൈസ് എത്തി. മക്കള് കഴിച്ചോ? അച്ഛനെ വേണ്ട, മക്കള് കഴിച്ചോ? അച്ഛനാണ്. Here is my കട്ടൻ. അങ്ങനെ കുടിച്ചോളെ കട്ടൻ. നമ്മുടെ ചായക്കടയുടെ മേളിലും മയിൽ വന്നു കേട്ടോ. ഇവന്മാർക്കൊന്നും പേടിയൊന്നുമില്ല കേട്ടോ ഇവിടെ വന്ന് ഇങ്ങനെ നിൽക്കാനൊന്നും. ഓ അങ്ങനെ മയിലിനെ ഫീഡ് ചെയ്യുന്ന വീഡിയോ ആണ് കേട്ടോ ഇത്. കണ്ടോ എന്ത് ധൈര്യം നോക്കി. ഫുഡ് വാങ്ങിച്ചു കൊടുത്തതിന് ശേഷം മയിൽ ഭയങ്കര കമ്പനി കേട്ടോ. മയിൽ പോണില്ല എൻ്റെ അടുത്തൊന്നും. കൊള്ളാം കേട്ടോ. ഹായ്, ഹലോ, ഹൗ ആർ യു? ബാ അടുത്തോട്ടോ. സംഭവം സെയിം നമ്മുടെ കോഴി പോലെ തന്നെ കേട്ടോ. ഇത് കോഴിയുടെ അതേ നേച്ചറാണ് ഈ മയിലിനും ഉള്ളത്. സെയിം പാവങ്ങളാട്ടോ നിങ്ങൾ. അങ്ങനെ വരുന്ന വഴിക്ക് ഒരു കിടിലം വ്യൂ ഉണ്ട് കേട്ടോ. ഇതെനിക്ക് മറക്കാൻ പറ്റാത്തൊരു വ്യൂ ആണ്. അതാ കണ്ട ഒരു മിസ്റ്റീരിയസ് ആയിട്ടുള്ളൊരു വഴി കൂടെ പോകുന്നത് കേട്ടോ. നമ്മൾ വരുന്ന വഴിക്ക് കുറച്ച് മാനിനെയൊക്കെ കണ്ടായിരുന്നു. പക്ഷേ ഇവിടെയും മാന് വരുമെന്നുള്ള കാര്യം അറിയില്ല. മാനിൻ്റെ പുറകെ പുലി വരായിരുന്നാൽ മതി. പക്ഷേ അത് നോക്കുക ഗൈസ്, എൻ്റെ പൊന്നോ എന്താണ് ഈ കാണുന്നതല്ലേ, ഒരു ചെറിയൊരു വെള്ളച്ചാട്ടം. ഭയങ്കര രസമുണ്ട് കേട്ടോ.
നേരം കുറച്ച് ഇരുട്ടിയായിരുന്നു, അതാണ് ഇങ്ങനെ ഒരു ക്ലൗഡി ആയിട്ട് ഒരു മൂടി ഇതായിട്ടിരിക്കുന്നത്. വാവ്, ഭയങ്കര സൂപ്പറായിട്ടുണ്ട് കേട്ടോ. എനിക്കിഷ്ടപ്പെട്ട്. ഒരു കിഡിലും വെള്ളച്ചാട്ടം. വെള്ളച്ചാട്ടം എന്ന് പറയാൻ പറ്റില്ല, ചെറിയൊരു അരുവി കേട്ടോ. അരുവി, വെള്ളച്ചാട്ടം, ആഹാ അടിപൊളി വൈബാണേ ഗായ്സ്. എനിക്കങ്ങോട്ട് പോകാൻ പറ്റുമോ അറിയില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുകയാണേ. ഇവിടെ നല്ല വഴുക്കലുണ്ടായിരിക്കും. നോക്കി, നല്ല വഴുക്കലുണ്ട്. വീണ് കഴിഞ്ഞാൽ പൊടി പോലും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഓ ടാസ്ക്, വാ, ഭയങ്കര തണുത്ത വെള്ളം ഗായ്സ്, തണുത്ത വെള്ളം. ഓ സെറ്റ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളത് കമൻറ്റായിട്ട് പറയണം. പിന്നെ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിലും പറയണം. അപ്പോൾ ഇനി ഇതുപോലുള്ള വീഡിയോസ് എന്തായാലും എൻ്റെ ചാനലിൽ വരുന്നതാണ്. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി മറക്കരുത്. അപ്പോൾ എന്താ പറയുക, ഈ തിരക്കുകളൊക്കെ ഒന്ന് മാറി കുറച്ച് പീസായിട്ട് ഇതുപോലുള്ള സ്ഥലമാണ് നിങ്ങൾ അന്വേഷിച്ച് നടക്കുകയാണെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. അപ്പോൾ അങ്ങനെ അന്വേഷിച്ച് നടക്കുന്ന ആൾക്കാർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ ഫോർ എവർ, കാർത്തിക്.